നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് പല്ലവിക്ക് പാറുവിനെ കണ്ടു കഴിഞ്ഞപ്പോ സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കാരണം ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നാണ് പാറു കുഞ്ഞിന് വേണ്ടിയിട്ട്. ഒടുവിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നത്. പല്ലവി പാറുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പല്ലവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. എന്നിട്ട് പറഞ്ഞു, പാറു, നിന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട് ഞാൻ എത്രമാത്രം കാത്തിരുന്നാന്നറിയാവോ? എന്നിട്ട് ഒടുവില് അത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവം വിധിച്ചിട്ടില്ല, അത്രം കരുതിയാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പാറു പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ വിശ്വത്തിന് നേരത്തെ അറിയായിരുന്നു. കുഞ്ഞിന് വളർച്ചയില്ലെന്നുള്ള കാര്യം എന്നോട് മാത്രം പറഞ്ഞില്ല. ഞാനും അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, വിശ്വത്തിന് പഴയതുപോലെയുള്ള സ്നേഹവും കരുതലും ഒന്നും കാണുന്നില്ലോ എന്ന് കുഞ്ഞിനോട്. പക്ഷെ വിശ്വത്തിന് ഈ കാര്യം അറിയാവുന്നോണ്ടായിരുന്നു. എന്നെങ്കിൽ ഒരു തവണയെങ്കിലും എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ കുറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്ത് ചെയ്യാനാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പാറു കരയാണ്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞ്, സാരമില്ല, ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, വിഷമിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും ചേച്ചി, എത്രയോ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ വേണ്ടാതെ കളയുന്നു. ആ സമയത്ത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ എത്രമാത്രം ആശിച്ചു മോഹിച്ചിരുന്നാന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. രാജലക്ഷ്മി കണ്ടു പാറു പല്ലവിയും കൂടെ കെട്ടിപ്പിടിച്ച് കരയണത്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ രാജലക്ഷ്മിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. രാജലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പാറു പറഞ്ഞു, കണ്ടില്ലേ, അമ്മയെ നോക്ക്, എന്റെ വയറ്റി പെടുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ മുതൽ അമ്മയാണെങ്കിൽ നേരെ ചൊവ്വേ ആഹാരം കഴിപ്പ് പോലും ഇല്ല ചേച്ചി. എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ ആരോഗ്യം പോലും അമ്മ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പോകാവുന്നുള്ളൂ, പക്ഷെ അമ്മയ്ക്ക് പേടിയാ ഇനി വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ നോട്ടക്കുറവ് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ അമ്മ നിർത്തിയിരിക്കണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാറു രാജലക്ഷ്മിയെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയണേ. പക്ഷെ എന്തോ പല്ലവിക്ക് രാജലക്ഷ്മി മുമ്പോട്ട് കാണത്തില്ലായിരുന്നല്ലോ. തന്നോട് ചെയ്ത ക്രൂരതകളൊന്നും അത്ര പെട്ടെന്നും ക്ഷമിക്കാനും മറക്കാനും പറ്റുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് പല്ലവിയാണെങ്കിൽ അതിന് കൂടുതൽ കാതു കൊടുക്കുകയും ചെയ്തില്ല. കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിരുന്നു. ആ സമയത്ത് പല്ലവി പറഞ്ഞു, ശരിക്കും പറഞ്ഞപ്പോ നമ്മുടെ അമ്മയും കൂടെ ഇവിടെ വേണ്ടതായിരുന്നില്ലേ? അതെ, അമ്മയും കൂടെ വേണ്ടതായിരുന്നു. അല്ല, അമ്മയ്ക്ക് പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ വരാത്തെ. സാരമില്ല, എനിക്ക് അമ്മയില്ലാത്തതിന്റെ വിഷമമൊന്നും ഇല്ല പല്ലയേച്ചി. അമ്മ നോക്കുന്നേക്കാളും കാര്യമായിട്ടാ എന്നെ വിശ്വത്തിന്റെ അമ്മ എന്നെ നോക്കുന്നേ. അത്ര ശ്രദ്ധയോടും കരുതലോടും കൂടിയിട്ടാ. എന്റെ പെറ്റമ്മ പോലും എന്നെ ഇങ്ങനെ നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്കും തോന്നി ശരിയാന്ന്. കാരണം അത്ര കെയറിങ്ങോട് കൂടിയിട്ടാണ് ഇതിനു മുമ്പ് കണ്ടപ്പോഴും രാജലക്ഷ്മി പാറുവിനെ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പാറു പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിലൊരു ഭയമില്ലെന്ന് പറഞ്ഞു. അമ്മയില്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ അമ്മയെ കാണാനൊരു കൊതിയുണ്ട്, അത്ര മാത്രം എന്ന് പറഞ്ഞു. കുറച്ച് സമയം സംസാരിച്ചിരുന്നതിന് ശേഷം അവർ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ രാജലക്ഷ്മി അവരുടെ പിന്നാലെ വന്നു. രാജലക്ഷ്മി പിന്നാലെ വന്നിട്ട് പല്ലവിയെ വിളിക്കുകയാണ്. പല്ലവിയെ വിളിച്ചിട്ട് കുറെ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞിട്ട് കാലിലേക്ക് വീണ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. എന്റെ അറിവില്ലായ്മ കൊണ്ട് അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പൊ അതിന്റെയൊക്കെ ഫലമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാനുള്ള പരിഗണന പോലും ദൈവം എനിക്ക് തന്നിട്ടില്ല. ഒരു കുഞ്ഞിക്കാലി കാണണം, കുഞ്ഞിനെ കൊഞ്ചിക്കണം എന്നൊക്കെ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പാറുവിന്റെ വയറ്റിലൊരു കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോ ഒത്തിരി ഞാൻ സന്തോഷിച്ച. പക്ഷെ അതില്ലാതെ പോയി. അത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവി പറഞ്ഞ, അതിന് ഇന്ദ്രന്റെ കുഞ്ഞുണ്ടല്ലോ, ഇന്ദ്രന്റെ കുഞ്ഞ് ഞാൻ പ്രതീക്ഷയോടെ കൂടി കാത്തിരുന്ന ആരുടെ കുഞ്ഞിനെയാണെന്ന് അറിയാലോ. പിന്നെ ഋതുവിന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു കാരണവശാലും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നിട്ടുണ്ട് ചേരത്തില്ല. അല്ലെങ്കിലും അവള് പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നല്ലോ. ശരിക്കും എന്റെ ഭാഗത്തെ തെറ്റ്. നിന്നെപ്പോലുള്ള നല്ലൊരു മോളെ എനിക്ക് കിട്ടിയതാ. പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ട് നിന്നെ തള്ളിക്കളഞ്ഞോളാം ഞാൻ. അതിനുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നത്. ഒരുപക്ഷെ ഇന്ദ്രന്റെ ഭാര്യയായിട്ട് നീയായിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീ സങ്കടപ്പെടേണ്ട വരത്തില്ലായിരുന്നു പറഞ്ഞു. അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയെന്നൊക്കെ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പല്ലവിക്കും ഭയങ്കര സങ്കടമായി. ഇത്രമാത്രം ക്ഷമയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ മനസ്സ് വലിഞ്ഞു. പല്ലവി പറഞ്ഞു, സാരമില്ല, വിഷമിക്കണ്ട. എനിക്കറിയാം, ഇനിയെങ്കിലും മോളോട് ഞാൻ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ ദൈവം ഇനിയും ക്രൂരത കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഇപ്പൊ പാറു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ദ്രോഹിച്ചിട്ടുണ്ട് ഞാനും ഇന്ദ്രനും ഒക്കെ. അപ്പൊ അതിനുള്ള ശിക്ഷ എല്ലാം കൂടെ ദൈവം എനിക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി കരഞ്ഞു കഴിഞ്ഞപ്പോ രാജലക്ഷ്മിയെ ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പല്ലവി. ഈ സമയത്ത് അഖില് പൂർണ്ണിമയുടെ സ്വാതിയുടെ അടുത്തേക്കുന്നു. അപ്പൊ അവര് ഹാളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഖില ഇല്ലെന്നെ. അപ്പോഴേക്കും സ്വാതി ചോദിച്ചു, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് ചോദിച്ചു. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് പറഞ്ഞു. ഇന്ദ്രന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അഖില് മാധവ മേനനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നേ. കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമല്ലോ.
അങ്ങനെ മാധവമേനന്റെ മരണത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണം. വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പെട്ടെന്ന് ചങ്കുവിനെ ഉണ്ടായി ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഖിൽ പറഞ്ഞു, അല്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിച്ചു. ഉം. അദ്ദേഹത്തിന്റെ സാറിൻ്റെതായ ഒരു കാര്യങ്ങളും ഞാനിവിടെ കണ്ടിട്ടില്ല. ആകെപ്പാടെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിനേന്നും പറഞ്ഞിട്ടൊന്നും മാറ്റി വെച്ചിട്ടില്ല. അതെന്താ അങ്ങനെയെന്നൊന്ന് ചോദിക്കുകയാണ്. അത് കേട്ട പൂർണ്ണിമ പറഞ്ഞു, അത് പിന്നെ അല്ല സാധാരണഗതിയിൽ എല്ലാ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ ആളുടെ ആണെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കും അവരുടെ ഓർമ്മയ്ക്കായിട്ട് എന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. അതുകൊണ്ട് ചോദിച്ച തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, അത് പിന്നെ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ സങ്കടം വരും. കാരണം മാധവേട്ടന് അത്ര പെട്ടെന്ന് പോകുന്ന ഞങ്ങൾ ആരും വിചാരിച്ചിരുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടാണ് മാധവേട്ടന് ഇപ്പോഴും അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. ഒടുവിൽ ഇങ്ങനെ അഖില് സംസാരിച്ച് ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കാര്യത്തിലേക്ക് വരുവാണ്. ഈ സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രതാപൻ കേട്ടു അഖിലും പൂർണ്ണിമയും ഒക്കെ നമ്മൾ സംസാരം. ഇവൻ പണിയാകുമോ? ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സ്പൈയാന്നറിയാം. അപ്പൊ ഇവന് കാര്യങ്ങളൊക്കെ ചൂട് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, പണി പാളിയോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ആ സമയം അഖില് തനിക്ക് കിട്ടാനുള്ള വിവരങ്ങളൊക്കെ പൂർണ്ണിമയിൽ നിന്നും സ്വാതിയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുവാണ്. ഇനി എത്ര ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അധിക ദിവസവും ഇല്ല. ഈ അന്വേഷണം അതിനു മുമ്പ് പൂർത്തിയാക്കി കൊടുക്കണം എന്നാണ് എസ് പി സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അഖില്. ഈ പറയുന്ന അഖില് പോലീസ് ഓഫീസർ ആണെന്നുള്ള കാര്യം ഇന്ദ്രനോ പൂർണ്ണിമയ്ക്കോ ആർക്കും അറിയില്ല. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അഖില് മുറിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേനുമാണ് പെട്ടെന്നൊരു സംസാരം കേൾക്കണേ. അത് പ്രതാപ് ഫോൺ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോഴേക്കും അഖിൽ അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. ആ സമയം പ്രതാപം കുറിപ്പിനെയാണ് വിളിക്കുന്നത്. കുറിപ്പിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ദേ കുറിപ്പേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ അഖിലുണ്ടല്ലോ, അവൻ നമുക്ക് പാരയാവും തോന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെ മിക്കവാറും കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാവും. പിന്നെ ആ ഡോക്ടറുടെ കേസുണ്ടല്ലോ, ആ ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയ കേസില് മിക്കവാറും കുറിപ്പേട്ടനകത്താവും എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ, അപ്പൊ ഹരിനാരായൺ ഡോക്ടറെ കുറിച്ചാണോ പറയുന്നേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ മാധവമേനന്റെ മരണത്തിന് ഉത്തരവാദിയായ ആൾക്കാരെ ഹരിനാരായൺ ഡോക്ടർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അയാളെ ആരാ തട്ടിക്കൊണ്ടുപോയി, ഒരു പക്ഷേങ്കിൽ അത് ഈ കൃത്യം നിർവഹിച്ചവരായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മാലിന്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുറിപ്പാണോ അതിന് ഉത്തരവാദി എന്ന് ഒരു നിമിഷം അകലെ ചിന്തിക്കുകയാണ്. മിക്കവാറും അതാണ് ചാൻസ്. അതുകൊണ്ടാണല്ലോ പ്രതാപം വിളിച്ചു പറയുന്നത്. ഇതേ കുറിപ്പേട്ട, അങ്ങനെയാണെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരൂ കേട്ടോ, കുറിപ്പേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അഖിൽ ഒരു നിമിഷം അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അഖിലിന്റെ മനസ്സിലേക്ക് കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഈ പ്രതാപനെ ശരിക്കും എടുത്തിട്ടൊന്ന് കുടയുവാണെങ്കിൽ പല സത്യങ്ങളും പുറത്തു വരും. പക്ഷെ അതിനു മുമ്പ് തനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോന്നൊക്കെ അറിയണം. അപ്പൊ എന്തെങ്കിലും രേഖകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കണം. പിന്നെ ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്തോ ഒരു കൃത്രിമത്വമുള്ള പോലെ തോന്നുന്നുണ്ട്. അതെന്താന്ന് ആദ്യം അറിയണം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ ഇവരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അലമാരിയിലൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിരിക്കാം. പക്ഷെ എവിടെ ഏത് മുറിയില്ല അങ്ങനെയൊന്നും അറിയില്ല. അപ്പൊ ഓരോരോ മുറിയായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് ആളില്ലാത്ത സമയത്ത് പരിശോധിക്കാൻ പറ്റുള്ളൂ. ആളുള്ള സമയത്ത് പരിശോധിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഒടുവില് അച്ഛൻ്റെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. അച്ഛൻ മുറിയിലില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അഖില് പോയി ആ മുറിയുടെ അലമാരി തുറക്കുവാണ്. അലമാരി പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തുറന്നിങ്ങനെ സെർച്ച് ചെയ്യുവാണ് എന്തെങ്കിലും കാര്യം കിട്ടുമോന്ന്. പക്ഷെ അതിനകത്തൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയതുമില്ല. ഒടുവിൽ അലമാരി അടച്ചിട്ട് ഇങ്ങ് തിരിയുമ്പോഴത്തേനുമാണ് അച്ചു അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചു വന്ന് പോയി കഴിയുമ്പോഴത്തേനും അഖില് മുറിയിൽ പെട്ടെന്ന് അച്ചു ഒന്ന് ഞെട്ടിപ്പോയി. എന്താ നിങ്ങൾ എന്താ ഇവിടെ ചോദിച്ചിട്ട് അച്ചു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പാഞ്ഞു വരുവാണ്. അച്ചുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്നവന് ഈ മുറിക്കകത്ത് കയറേണ്ട കാര്യമില്ലോ. എന്തിനാ ഏതാന്നും അറിയത്തില്ല. അപ്പോഴേക്കും അഖിലിന് മനസ്സിലായി പണി പാളൂന്ന്. ഇവിടെ എന്തെങ്കിലും തന്ത്രം ഇറക്കിയില്ലെങ്കിൽ പണി പാളൂന്നുള്ള കാര്യം അറിയാം. പിന്നീട് അഖില് പറഞ്ഞു, അല്ല അത് ഞാൻ പിന്നെ ഇതിലൂടെ പോയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്താ നിങ്ങൾ എന്തിനാ കയറിയെന്നാ ചോദിച്ചേ. അത് ഞാന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാ. അപ്പൊ കയറിയപ്പോ ആരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇറങ്ങിയതാന്ന് പറഞ്ഞു. അച്ഛൻ എന്തോ ഒരു സംശയം തോന്നി അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ. എന്തോ ഒരു കള്ളത്തരമല്ല പോലെ. അപ്പൊ അച്ഛന് സംശയം ഇനി ഇവൻ വല്ല മോഷ്ടിക്കാനും കയറിയതാണോന്ന്. ആ സമയത്ത് അഖില് പറഞ്ഞു, അയ്യോ ഞാൻ മോഷ്ടിക്കാനൊന്നും കയറിയതൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. ഞാൻ അങ്ങനെ മോഷ്ടിക്കുന്നവനൊന്നും അല്ല, ഒരു മോഷ്ടാവൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അഖിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. അച്ചോർത്ത് എന്നാലും എന്തിനായിരിക്കും അവൻ കയറിയെന്നൊക്കെ ഒരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത്
അഖിലിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് കിട്ടേണ്ട തെളിവുകളൊക്കെ കണ്ടെത്തണം എന്നൊരു ചിന്ത. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.